നല്ല പെൺമക്കൾ ഉണ്ടാവാൻ തന്നെ ആഗ്രഹിക്കുക. പെൺമക്കളെ പേടിക്കണ്ട. ഇനി വരുന്ന തലമുറയിൽ ആൺമക്കളെക്കാളും ഡിമാൻഡ് പെൺമക്കൾക്കായിരിക്കും. കല്യാണ സമയത്തുള്ള ഗോൾഡിനെ കുറിച്ച് പേടിക്കണ്ട. 1 ലക്ഷമായി എങ്ങനെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുള്ള ടെൻഷൻ വേണ്ട. കാരണം ഇനിയുള്ള കാലം വരാൻ പോകുന്നത് പെൺമക്കൾക്ക് ഇത്ര ഗോൾഡ് തരാമെന്ന് പറഞ്ഞ് ആണുങ്ങളോട് പെണ്ണുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാലം ഇനി വരാൻ പോകുന്നത്. ഇത്ര കാലം പെണ്ണുണ്ടായാൽ പേടിയായിരുന്നു രക്ഷിതാക്കൾക്ക്. ഇനി എങ്ങനെയാണ് 80,000 ആയി ഗോൾഡിന് എങ്ങനെ ഒരു 10 പവനെങ്കിലും കൊടുക്കാന്ന് ചിന്ത. ആ പേടിന് വേണ്ട. ഇനി അങ്ങനെ ഒരു പേടി തന്നെ വേണ്ട. നിങ്ങൾക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പെണ്ണിനായിരിക്കും ഇനിയുള്ള കാലത്തൊരു ഡിമാൻഡ് ഉണ്ടാവുക. നിങ്ങൾ പെണ്ണ് തന്നാൽ മതി, പൈസ ഞാൻ അങ്ങോട്ട് തരാം. ഇനി പെണ്ണ് ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര മഹർ അഥവാ ഇത്ര പവൻ തന്നാലേ, ഇത്ര ക്യാഷ് തന്നാലേ ഞാൻ കല്യാണത്തിന് തയ്യാറാവൂന്ന് പെണ്ണ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ കാലം പോകുന്നത്. വേണമെങ്കിൽ എഴുതി വെച്ചോ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാ പോകുന്നത്. അതുകൊണ്ടൊരു കാരണവശാലും പെണ്ണിനെ പേടിക്കണ്ട. പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ ഭയക്കണ്ട. പെൺകുഞ്ഞുങ്ങൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ്, ഒരു വീടിന്റെ ബറക്കത്താണ്. കാരണം നമ്മൾ വീട്ടിലേക്കൊക്കെ കയറി പോകുമ്പോ ആൺമക്കളൊന്നും വീട്ടിലുണ്ടാവില്ല. പെൺമക്കളായിരിക്കും ഓടി വന്നിട്ട് ഉപ്പാനൊക്കെ കെട്ടിപ്പിടിക്കുക. നമ്മളൊക്കെ വീട്ടിലേക്ക് കയറി പോകുമ്പോ ആൺമക്കൾ അങ്ങ് ഗ്രൗണ്ടിലും ടർഫിലും ബസ് സ്റ്റാൻഡിലും പേടികത്തണ്ണയിലും മൊബൈൽ കളിച്ചിരിക്കും. നമ്മൾ പോകുമ്പോ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവും നമ്മുടെ പെൺമക്കളാണ്. നമ്മളെ സ്നേഹിക്കാനുണ്ടാവുന്നത്, നമ്മുടെ കൂടെ ഒന്ന് ശുശ്രൂഷിക്കാനുണ്ടാകുന്നത്, ഇനി വയസ്സായാൽ നമ്മളെ പരിപാലിക്കാൻ പോലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ പെൺമക്കളാണ്. ആൺമക്കൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇല്ലാന്നല്ല, തീരെ ഇല്ലാന്നല്ല. എന്നാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിൽക്കാൻ നമ്മുടെ പെൺമക്കളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 3 പെൺമക്കളോ 2 പെൺമക്കളോ ഉണ്ടായി എന്നിട്ട് അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ദീനിയായ ചിട്ടയോടവർ മരിച്ചു പോവുകയോ ചെയ്താൽ ഞാനും നിങ്ങളും സ്വർഗത്തിൽ ഒന്നിച്ചുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം